കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. ചേട്ടനെ പണ്ട് ഞാൻ ചേട്ടനെ കണ്ടു എന്നൊക്കെ പറയും. പണ്ടിന്റെ നീളമേ ഞാനൊക്കെ ഏതോ തിക്കുറിച്ചി സുകുമാരൻ നായരുടെ സമകാലീനാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയിലൊക്കെ പറയും. നമുക്ക് തന്നെ ചിലത് കാണുമ്പോ ദൈവമേ ഇനി ഇതൊന്നും വരല്ലേ നമ്മുടെ അറിവില്ലായ്മകളുണ്ടല്ലോ. അതൊക്കെ ഓക്കെ എന്നേ. അത് ആൾക്കാർ നമ്മളെ ചീത്ത പറഞ്ഞിട്ടുള്ളതും ആൾക്കാർ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുള്ളതും എല്ലാം അതാത് കാലങ്ങളിലെ അവരുടെയും കൂടെ കൂടിയിട്ടുള്ള ന്യായങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. മണിരത്നം സാർ ഈ പടം കണ്ടിട്ടുണ്ട്, നിന്റെ ഇന്ന സിനിമയിലെന്ന് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരെ പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒളിച്ചു പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ഇത്രയും ജീവികളുള്ള ഒരു പടം വേറെ ഇല്ല. ജീവിയുടെ രജിസ്ട്രേഷൻ ഇത്രയും വന്യജീവി ഇതിന് കൊടുത്തിട്ടുള്ള വേറൊരു പടമില്ല. അടുത്ത പടം മമ്മൂക്കയാ. അപ്പൊ മണിമുഴരാജനെ പറഞ്ഞ് നീ പറയരുത് കേട്ടോ അവസാനം ജീവികളായിരുന്നു വേദം എന്ന്. വെട്ടിനും കുത്തിനും ക്രൈമിനും ഒക്കെ അത് തന്നെയാ പേര്. ഹ്യൂമറിന് ചളി എന്നൊക്കെ പറയുന്ന പേരുകൾ ആരോപിച്ച് കിട്ടിയിട്ടുണ്ട്. അതിത് ചെയ്യുന്നവന്റെ ഒരു സെൽഫ് റെസ്പെക്ട് കുറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഈ മമ്മൂക്കയുടെ കൂടെയൊക്കെ എന്നെ കാണുമ്പോൾ ചിലത് അതായത് സിനിമയെ പിടിച്ച് നിൽക്കാൻ കയറാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ സംവിധാനം ചെയ്ത 2 പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചാൽ ഒരുമിക്ക ആൾക്കാരും ഫോൺ എടുക്കുകയും എനിക്ക് ഒരുമിക്ക സ്ഥലങ്ങളിലും എനിക്കൊരു ഡോറ് തുറന്നിരിക്കുന്നത് ഞാൻ ഇവരെ കാണുമ്പോഴൊക്കെ എനിക്ക് അവസരം തരുമോ എന്ന് ചോദിക്കാത്തത് കൊണ്ടും സഹായങ്ങൾ അഭ്യർത്ഥിക്കാത്തത് കൊണ്ടും ഇവർക്കൊരു ഉപദ്രവമായി മാറാത്തത് കൊണ്ടും ആണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം മിമിക്രി ആണെങ്കിലും സ്റ്റേജ് ഷോ ആണെങ്കിലും ഇതൊക്കെ സിനിമയുമായി അനുബന്ധമായിട്ടാണല്ലോ എല്ലാ കാലഘട്ടത്തിലും യാത്ര ചെയ്തത്. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കാലത്തെ മിമിക്സ് പ്രോഗ്രാമുകളുടെ സ്റ്റേജ് ഇവൻ്റ് ഒന്നും നമുക്ക് കാണാനില്ല. ഇപ്പം പഴയ സിനിമയിലൊക്കെ ഹ്യൂമർ ഇപ്പോഴും അന്ന് കണ്ടതിനേക്കാൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ഇപ്പം പുതിയ തലമുറ ആളുകൾ പോലും ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്ന എൻജോയ് ചെയ്യുന്ന കോവിഡ് കാലത്തൊക്കെ എൻജോയ് ചെയ്യുന്ന സിനിമകളുണ്ട്. 80s-ലും 70s-ലും അല്ലെങ്കിൽ 90s-ലൊക്കെ വന്ന്. പക്ഷേ ഈ പറയുന്ന ഷോസിന് ഇപ്പം ബ്ലഫ് മാസ്റ്റർ പോലും ഫുള്ള് സീസൺ നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, അല്ലെങ്കിൽ സിനിമയിലടി ഇല്ല. അന്നത്തെ ഒന്നും ആ ഹ്യൂമർ ഇന്ന് അവൈലബിൾ അല്ല എന്നുള്ളത് കൂടിയില്ല. ഡോക്യുമെന്റേഷൻ ശരിക്കും ഹ്യൂമറിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ ശരിക്കും? അല്ല, ഹ്യൂമർ ചെറുതായിട്ട് ഈ ആ സമയത്തെ കാര്യങ്ങളും ആ സമയത്തെ സ്വഭാവം ഉണ്ട്. എല്ലാം അങ്ങനെ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നില്ല. നിൽക്കേണ്ടത് നിൽക്കുന്നു എന്നുള്ളതിനപ്പുറമേ ഇതിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഇപ്പൊ ട്രോളുകൾ അന്ന് ഇല്ലല്ലോ. ഇല്ല. ഒരു വിഷയം ഉണ്ടായാൽ 10 മിനിറ്റ് ഉണ്ട് അതിന്റെ എല്ലാ ഡയമെൻഷനിലുള്ള ട്രോളുകൾ വന്നു പോകുന്നുണ്ട്. അല്ലാത്ത നർമ്മങ്ങൾ വരുന്നുണ്ട്. റീൽസുകളിൽ നർമ്മം വന്നു പോകുന്നുണ്ട്. സ്റ്റിൽ ഫോട്ടോകൾ എടുത്ത് വെച്ച് പലതും നർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെർഷൻ മാറി വരുന്നുണ്ട്. നമ്മുടെ അന്നത്തെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചില്ല എന്നുള്ളതിനകത്ത് വലിയ കുഴപ്പങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ മാത്രമുള്ള ഇനങ്ങളൊന്നും ഇല്ല അതിനകത്തൊന്നും. അതൊക്കെ കഴിഞ്ഞ് കാലത്തിനൊപ്പം കാലപ്രവാഹത്തിൽ പോകുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് അതാത് കാലങ്ങളിൽ നമ്മുടെ ഉപജീവനമായി, അത് നമുക്ക് പണമായിട്ട് കിട്ടി, അത് നമുക്ക് പ്രശസ്തിയായിട്ട് കിട്ടി, അത് നമുക്ക് സ്നേഹമായിട്ട് കിട്ടി ഇല്ലേ, ആളുകളുടെ സ്നേഹം. അതെല്ലാം ഒരു അസറ്റ് തന്നെയാണ്. അതിൽ നിന്ന് കിട്ടിയത് ഇത് ഒരു പേപ്പറിലില്ലെന്നല്ലേ ഉള്ളൂ, മനസ്സിലുണ്ടല്ലോ ആളുകളുടെ. നമ്മൾ ചിലപ്പം ആലോചിക്കുമ്പോൾ ഈ ഇടയ്ക്ക് യൂബർ കയറിയ പൊരുത്തം പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളുടെ പഴയ ബ്ലഫ് മാസ്റ്റേഴ്സ് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന 6 മണിക്ക് ഞാൻ സ്ഥിരം. ഒന്നാമത്തെ കാര്യം ഇവന്മാർ വന്നിട്ട് പഴയെന്നൊക്കെ പറയുമ്പോൾ ഞാനെന്തോ ഒരുപാട് പഴയതാണെന്ന് എനിക്ക് തോന്നും. ഇവൻ ഓൾറെഡി ഇത്രയും താടിയൊക്കെ ഉള്ളൊരുത്തനാ, ഇത്രയും താടിയുള്ളൊരു മനുഷ്യനെന്ന് പറയുന്നത് 10 വർഷത്തെയാണ് ഇവൻ പഴയതാ. ചേട്ടനെ പണ്ട് ഞാൻ ചേട്ടനെ കണ്ടു എന്നൊക്കെ പറയും. പണ്ടിന്റെ നീളമേ ഞാനൊക്കെ ഏതോ തിക്കുറിച്ചി സുകുമാരൻ നായരുടെ സമകാലീനാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയിലൊക്കെ പറയും. പക്ഷെ അവരുടെ മനസ്സിൽ അതുകൊണ്ട് അതൊരു സ്നേഹമാണ്. ഇപ്പം നിങ്ങളുടെ ചാനൽ നടത്തുമ്പോഴെല്ലാം ആത്യന്തികമായി ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റാണ്. അവനെ വിളിച്ചാൽ വലിയ അപകടമില്ല, അവൻ ഇത് പറയും. പണ്ട് കലാകാരന്മാരെ വിളിക്കുമ്പോൾ അവൻ ഇന്നത് ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ഇവനാണ് ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല, അലമ്പുണ്ടാക്കൂല, ഇങ്ങനൊരു സാധനം കൂടെ ഉണ്ട്. ചെയ്യാത്തതിന്റെ ലിസ്റ്റിനും കൂടെ നല്ല പ്രസക്തി വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പണമായി നമ്മൾ അന്നാത് കാലങ്ങളിൽ വണ്ടി മേടിച്ചും നല്ല ഭക്ഷണം കഴിച്ചും യാത്ര ചെയ്തും ലോകം മുഴുവൻ ഈ സ്റ്റേജും ഈ തമാശ ഈ പരിപാടിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയല്ലോ. അതുകൊണ്ട് തന്നെ ഇതെവിടെയും സൂക്ഷിച്ചു വെക്കപ്പെട്ടില്ല എന്ന് ഓർത്തിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ
നമുക്ക് തന്നെ ചിലത് കാണുമ്പോ ദൈവമേ ഇനി ഇതൊന്നും വരല്ലേ പുറത്തേക്ക് വരും. നമ്മുടെ അറിവില്ലായ്മകളുണ്ടല്ലോ. നമ്മുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ ചിലരെടുത്ത് ഇടുമല്ലോ, അല്ലെ നമ്മൾ കോളേജിൽ നിന്ന് ടൂർ പോയ ഫോട്ടോയിൽ അന്നിട്ട പാന്റും ഷർട്ടും കാണുന്ന പോലെ ഇതൊന്നും അങ്ങനെയൊന്നും അല്ല. അതൊക്കെ അന്നത്തെ സെറ്റപ്പിൽ അങ്ങ് രക്ഷപ്പെട്ടു പോയതാണ്. അതൊക്കെ ഇപ്പൊ കണ്ടാലുണ്ടല്ലോ ചിലപ്പോ പിള്ളേര് ഇപ്പൊ ഉള്ള സ്നേഹവും കൂടെ പോവും. ഇവനെ ആയിരുന്നോ നമ്മൾ സ്നേഹിച്ചെന്നൊക്കെ തോന്നിപ്പോ. അതുകൊണ്ട് വരാതിരിക്കുന്നത് നല്ലത്. ഇപ്പൊ ഈ യാത്രയുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പറയാണ്. ഇപ്പം ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യാണ്. പക്ഷെ യാത്രയുടെ തുടക്കം എന്ന് പറയുമ്പോൾ പുറത്തേക്കുള്ള പ്രോഗ്രാം ആയിരിക്കും, തുടക്കകാലായിരിക്കും. ഒരുപക്ഷെ ഈ യാത്ര എന്നുള്ളത് ആ രാജ്യത്തെ ആ മട്ടിൽ ആസ്വദിക്കാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ അതൊരു ഹോട്ടൽ മുറിയും ഈ പറയുന്ന ഒരു സ്റ്റേജും മാത്രമായിരിക്കും. പക്ഷെ ഇപ്പോഴുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു തലമുണ്ടല്ലോ. യാത്രയായിട്ട് തന്നെ യാത്രയായിട്ടും പ്രോഗ്രാം ആയിട്ടുണ്ടല്ലോ. ഈ ഇപ്പം എനിക്കത് പറയാൻ കാരണം വെച്ചാൽ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞ ഭയങ്കര രസമുള്ള ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ള സ്റ്റോറി ആയിരുന്നു. സ്വിറ്റ്സർലൻഡിൽ പോയി ഐസ് കണ്ട സമയത്ത് ഈ ഐസ്ക്രീംകാരന്റെ മെമ്മറി വന്നു എന്നുള്ളത്, പെട്ടിക്കകത്ത് എടുത്തു പൊക്കി നോക്കിയതിന്റെ മെമ്മറി വന്നു എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒരുപക്ഷെ ഭയങ്കര വിചിത്രം എന്ന് തോന്നാവുന്ന പല ഓർമ്മകളും യാത്രകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റുന്നു. കലാകാരൻ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു ഭയങ്കരമായ ആനന്ദമാണല്ലോ. അതുമാത്രം ഒരു ഗ്ലോബൽ മലയാളി കമ്മ്യൂണിറ്റിയിലേക്കാണ് ഈ യാത്രയൊക്കെ നടത്തുന്നത്. ഇവിടെ അല്ലല്ലോ. ഇപ്പം ഇന്ത്യയിൽ ഒരു ഷോ നടത്തുന്നുണ്ടെങ്കിൽ പിന്നീട് നടക്കുന്നത് ലണ്ടനിലായിരിക്കും. ഇനിയിപ്പം ഓണക്കാലത്ത് വീണ്ടും അതുപോലത്തെ ഷോകളാണല്ലോ. ഇപ്പൊ ഷോയുടെ അനുബന്ധമായ യാത്ര അത് ഏത് തരത്തിലാണ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതിനപ്പുറമുള്ളൊരു ലോകവിവരം ഇപ്പൊ ഒരു തുള്ളിക്കും കൂടി ഇന്റർനെറ്റ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് കാണാൻ പറ്റും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ലോകപരിചയം ഉണ്ടല്ലോ. ഓരോ രാജ്യം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെയുള്ള ജനങ്ങൾ പലതിനെയും സമീപിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇത്രയും ഒന്നും പലതിനെയും അസഹിഷ്ണുതയോടെ എടുക്കേണ്ട ആവശ്യമില്ലെന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു ബോധ്യം യാത്രകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആദ്യ സമയങ്ങളിൽ ഞാൻ ഇപ്പോൾ USA പോകുമെന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ ഭാഗ്യം എന്നൊക്കെ പറയുമെങ്കിൽ ഒരു 16 ഷോ USA ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ന് തമിഴ്നാട്, നാളെ പഞ്ചാബ്, മറ്റന്നാൾ ഡൽഹി, അതിൻ്റെ ഇപ്പുറം ആന്ധ്ര, ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ 2 ഇരട്ടിയുണ്ട് ഈ അമേരിക്ക. തെക്ക് വടക്ക് 2.5 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. ഈ യാത്ര വെള്ളി ശനി ഞായർ കഴിയുമ്പോൾ ശരീരത്തിൽ സൂചി കുത്തിയാൽ നമുക്ക് അറിയില്ല. ചെന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തണുപ്പ്, മരങ്ങൾ പരിചയമില്ല, ഭക്ഷണം പരിചയമില്ല, കുറച്ചൊക്കെ പെടുമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ സർവോപരി അതിൽ വലിയ രീതിയിലുള്ള പൈസയും പുറത്തു പോകുമ്പം നമുക്ക് നമ്മുടെ പേരിലല്ലല്ലോ ഷോ വിൽക്കുന്നത്. ഒരു സ്റ്റാർ ഉണ്ടാവും, അയാളുടെ പേരിലെ ഷോ നമ്മളതിൽ ചെയ്യുന്നു, ഭാഗമാക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ യാത്രകൾ നമുക്ക് യാത്രയായിട്ട് ബോധ്യം വെക്കാനും അതിനകത്തൊരു ടെൻഷനുകൾ ഇല്ലാതിരിക്കാനും പ്രോഗ്രാമിന്റെ പുറത്തേക്ക് യാത്ര വേറെ തന്നെ പ്ലാൻ ചെയ്യാനും പറ്റുമല്ലോ. പ്രോഗ്രാമിന്റെ വാലെ പിടിപ്പിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയില്ലേലും പ്രോഗ്രാം കഴിഞ്ഞ് കമ്മിറ്റിക്കാരോട് യാത്ര പറഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 10 ദിവസം ട്രാവൽ ചെയ്യാം, അവിടെ കറങ്ങിയിട്ട് നമ്മുടെ വെക്കേഷനായിട്ട് മാറാം. അങ്ങനെയല്ല, വെക്കേഷനും പ്രോഗ്രാമും ഞാൻ കൂട്ടിക്കലർത്തത്തില്ല. പ്രോഗ്രാം എനിക്ക് വളരെ സീരിയസ് ആയ പ്രൊഫഷണലായ കാര്യമാണ്. ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകില്ല. കാരണം എൻ്റെ പ്രോഗ്രാമിൽ വരുമ്പോൾ എൻ്റെ കുടുംബം വന്നിട്ട് എൻ്റെ മോനൊരു പനി പിടിച്ചാൽ അത് ആ ഷോയെ ബാധിക്കും. ഞാൻ അവനെയും കൊണ്ട് നടക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ പ്രോഗ്രാം വളരെ സീരിയസ് ആയിട്ട് പ്രോഗ്രാമായിട്ട് കൊണ്ടു നടക്കുകയും യാത്രകൾ ഇപ്പം അല്ലാതെ നമുക്ക് പോകാൻ പറ്റുകയും പ്രോഗ്രാമിനല്ലാതെ അന്ന് നമ്മളെ വിളിക്കുമല്ലോ. ഇപ്പം ഞാൻ പറയാം, ഒരു വിദേശത്ത് ഒരു ഓണാഘോഷത്തിന് ഗസ്റ്റായിട്ടൊക്കെ വിളിക്കാമല്ലോ. അതിപ്പോ നമുക്ക് പോകാൻ പറ്റും. അന്ന് പണിക്ക് തന്നെ വിളിക്കണത്. പണി 2.5 മണിക്കൂർ നിങ്ങൾ പണിയെടുക്കണം. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് യാത്രകൾ വളരെ രസമാണ്. ഒരുപാട് രാജ്യങ്ങൾ പോകാൻ പറ്റിയെന്നുള്ള വലിയ ഭാഗ്യമുണ്ട്. ഇത് യാത്ര ഏത് രീതിയിലാണ് റിഫൈൻ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഇപ്പം ഒരുപാട് കണ്ടെടുക്കലുകൾ, നിരീക്ഷണങ്ങൾ, ഇതെല്ലാം ചേർത്താണല്ലോ. ഒരു കലാകാരൻ ഇത് ഭയങ്കര ക്രൂഷ്യലാണല്ലോ. അഭിനയിക്കുമ്പോഴാണെങ്കിലും പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു വിഭവസമാഹരണമായിട്ട് മാറുന്നുണ്ടല്ലോ. യാത്ര ഏത് തരത്തിലാണ് പേഴ്സണലി? യാത്ര എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വഭാവ രൂപീകരണത്തിലാണ് യാത്ര. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ സലീം കുമാറിന്റെ ട്രൂപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ട്രൂപ്പിന്റെ ഒരു ഏകോപനം എന്നൊക്കെ പറയുന്നത്, എനിക്ക് ആവശ്യമില്ലാതെ മനുഷ്യരോട് ദേഷ്യം തോന്നാറില്ല. വെറുതെ ദേഷ്യപ്പെടുക ആ ഘട്ടം മുതലില്ല, വളരെ പണ്ടോട്ടേ ഇല്ല. ഞാൻ അരഗൻസ് ഒരു ഫ്യൂവലായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അല്ലാണ്ട് തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് യാത്രയിൽ. പിന്നെ യാത്രയിൽ എനിക്ക് ഒരു ഇച്ചിരി ഹിസ്റ്റോറിക്കൽ പ്ലേസസിലോട്ടാണ് എനിക്ക് താല്പര്യം. വളരെ പുതുതാണ്,
ഇപ്പൊ ഈ മറ്റിങ്ങനെ കറങ്ങുന്ന റോളർ കോസ്റ്റർ കയറാന്നൊന്നും പറഞ്ഞാൽ ഈ പണിക്ക് ഞാനില്ല. പക്ഷേ ഇവിടുന്നാണ് റൈറ്റ് സഹോദരന്മാർ ആദ്യമായിട്ട് ഫ്ലൈറ്റ് പറപ്പിച്ചത്. അത് അവിടെ ചെന്നിട്ടാണ് വീണത് എന്ന് പറയുമ്പോൾ എനിക്കൊരു 1913 തണുപ്പത്ത് ഈ സഹോദരന്മാരവിടെ നിന്നതും അന്ന് ഇവർ ഈ ഫ്ലൈറ്റ് പറപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ളൊരു ഓർമ്മ വരും. ഈ പോർട്ടിൽ നിന്നാണ് ടൈറ്റാനിക് പുറപ്പെട്ടത് എന്ന് പറയുമ്പോൾ, ലിവർപൂളോ എവിടെയാണ്, അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓർമ്മകളും സന്തോഷങ്ങളും ഉണ്ടല്ലോ. അതാണ് അത്. ഈ കലയിൽ എങ്ങനെ റിഫൈൻമെന്റ് ചെയ്യുന്നു വെച്ചാൽ അത് നമുക്ക് ബോധപൂർവം നമുക്ക് ഒരു ഉത്തരവില്ല. ഇപ്പൊ നിങ്ങൾ അക്ഷരം പഠിച്ചു, അതെങ്ങനെയാണ് നിങ്ങളുടെ കലയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് അറിയത്തില്ല അല്ല. എല്ലാവരും 56 അക്ഷരം തന്നെയല്ലേ പഠിച്ചിട്ടുണ്ട്. എം ടി വാസുദേവൻ നായർ ആ 56 അക്ഷരം വെച്ച് ഇത്രയും പണി കാണിച്ചു. നമ്മൾ ഈ ആ അക്ഷരങ്ങൾ വെച്ച് ഇത്രയും പണി കാണിച്ചു. ചിലർ അക്ഷരങ്ങൾ വെച്ച് വേറെ പണി കാണിക്കുന്നു പറഞ്ഞ പോലെ അത് നമ്മുടെ തലയിൽ എവിടെയോ ഫീഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായ അവസരങ്ങളിൽ കൃത്യമായി നമ്മൾ നമ്മുടെ സൃഷ്ടികളിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, വർത്തമാനത്തിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ടാവും. നമുക്കത് പെറുക്കി കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഉണ്ടാവും അത്. ഈ ഭാഷയുടെയും കാര്യം പറഞ്ഞ പോലെ ഇപ്പം ഈ ഡയറി എഴുത്തിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു കൗതുകം കൂടി. ഇപ്പം ചരിത്രത്തോടുള്ള പ്രാധാന്യം വെച്ചാൽ നമ്മൾ തന്നെ ഹിസ്റ്ററി, നമ്മുടെ കൂടി ഹിസ്റ്ററി ആണല്ലോ ഈ എഴുതി വെക്കുന്നത്. ശരിക്ക് ഇപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മൊബൈൽ തന്നെ ഒരു 6 മാസത്തിൽ ആളുകൾ മാറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും ഇപ്പം കോസ്റ്റ്യൂം രീതി, ഇപ്പം രമേശ് ചേട്ടൻ തന്നെ 10 വർഷം മുമ്പുള്ള വസ്ത്രധാരണ രീതി ആയിരിക്കില്ല, ഇപ്പം പലതരത്തിൽ മാറ്റമുണ്ടല്ലോ. പക്ഷേ ഈ ശീലം ഇത്രയേറെ ഇടർച്ചയില്ലാതെ ഇങ്ങനെ തുടർച്ചയുണ്ടായത് സത്യത്തിൽ എന്താ? അല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഒരു തുടർച്ച ശീലമാക്കിയതാണ്. ബോധപൂർവം ഡയറി മേടിക്കുക, എഴുതുക. ഈ എല്ലാ ദിവസവും വിശദമായ, ചില ദിവസങ്ങളിൽ സാധാരണ ദിവസം എന്നെഴുതി വെക്കുന്ന ദിവസങ്ങളും ഉണ്ട്. പിന്നെ ഇടക്കാലത്തൊരു 8 ഡയറികൾ മിസ്സിങ് ആയിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ഒരു ഇത്ര കുറേ എണ്ണം ഉണ്ട്. എനിക്ക് കുറച്ചുണ്ടാവും. അത് 95 തുടങ്ങിയതല്ലേ, 95, 96, 97 ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 2-3 കൊല്ലം ഈ സലീമൻ്റെ ട്രൂപ്പിലെ പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും ഒരുപോലെ ഉണ്ട്. ട്രൂപ്പിൻ്റെ വണ്ടിയിൽ കിടന്നു, ഉറങ്ങി, ഒരു ഉത്സവപ്പറമ്പിലെത്തി, അന്നത്തെ ഷോ കളിച്ചു, ഉറങ്ങി, അടുത്ത ഉത്സവപ്പറമ്പിലെത്തി. ഇങ്ങനെയുള്ള കുറച്ച് വർഷങ്ങളുടെ കുറച്ച് എഴുത്തുകൾ സാധാരണ ദിവസം എന്നൊക്കെ എഴുതിയത് മിസ്സിംഗ് ഉണ്ട്. ബാക്കി ഒരു മിക്ക മെയിൻ ഡേറ്റ്സും കാര്യങ്ങളും അതും ഇതും എല്ലാം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ആളുകളുടെ അരഗൻസ് അല്ല, ഇപ്പം ദേഷ്യപ്പെടുന്ന കാര്യത്തിലൊക്കെ പറയുമ്പം ക്ഷമകെട്ടു, സഹികെട്ടു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇപ്പം ഈ നമ്മളുടെ ഡയറി എന്ന് പറഞ്ഞാൽ അതിനെ ഒരു അങ്ങോട്ടും മറിക്കാം, തിരിച്ചും മറിക്കാമല്ലോ. ശരിക്കും അങ്ങനെ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് പെയിനുള്ള അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിന് ഇങ്ങനെ ഒരു തിരിച്ചു വായനയുണ്ടോ? തിരിച്ചു വായന ഉണ്ട്. പക്ഷേ ആ പെയിനുകളെല്ലാം അനിവാര്യമായിരുന്നു എന്ന് നമ്മളിവിടെ എത്തിച്ചല്ലോ. നമ്മൾ ഈ പെയിനുകളൊക്കെ വലിയ പ്രശ്നമാകുന്നത് ഇന്നത്തെ സൗകര്യങ്ങൾ കൊണ്ടാണ്. നമുക്ക് നല്ല സൗകര്യങ്ങൾ കിട്ടി, ചെറുപ്പത്തിൽ നമ്മൾ നല്ല സൗകര്യത്തിലായി. ഇപ്പൊ നമുക്ക് സൗകര്യം ഇല്ലാതായി. ആ നല്ല കാലം പെയിനാണ് അല്ലേ? നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം എങ്ങനെ സുഭിക്ഷമായി നമ്മൾ ജീവിച്ചിരുന്നതാണ് എന്ന ഓർമ്മകൾ നഷ്ടബോധം കൊണ്ടുള്ള പെയിനാണിപ്പം. എനിക്ക് തിരിച്ചാണ്, നമുക്കൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ കിട്ടി. ഇപ്പൊ എല്ലാം കിട്ടിയപ്പം അന്നൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ണൂർ വരെ ട്രൂപ്പിന്റെ വണ്ടിയിൽ പോയി എന്ന് പറയുന്നത് വേണേ പെയിനായിട്ട് എടുക്കാം. പക്ഷെ ഞാൻ അതിനെ പെയിനായിട്ട് എടുക്കുന്നില്ല. അതിന്റെയൊക്കെ കൂടെ റിസൾട്ടാ ഈ നിൽക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ സലീമിന്റെ ട്രൂപ്പിന്റെ വണ്ടിയുടെ ലാസ്റ്റ് സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ബാക്കിലത്തെ ഡോർ തുറന്നിട്ട് മൈക്കൊക്കെ തള്ളി വെക്കും. അപ്പൊ മൈക്കിന്റെ കാലൊക്കെ താഴെയാണ്. അപ്പൊ കാലൊരിക്കലും നമുക്ക് നിലത്ത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഇറഗുലർ ആയിട്ട് കാല് വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇച്ചിരി നീളം ഉള്ളതുകൊണ്ട് സീറ്റ് തൊട്ട് മുന്നില്ല, അടുത്ത സീറ്റ് തൊട്ട് മുന്നില്ല, എനിക്ക് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെയാണ് ഞാൻ ഒരു 3 കൊല്ലം പലയിടത്തോട്ടും യാത്ര ചെയ്തിട്ട് വന്നിട്ടൊക്കെ ഉള്ളത്, പോക്കും വരവൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ ഓക്കെ ആന്നേ. അത് ആൾക്കാർ നമ്മളെ ചീത്ത പറഞ്ഞിട്ടുള്ളതും ആൾക്കാർ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുള്ളതും എല്ലാം അതാത് കാലങ്ങളിലെ അവരുടെയും കൂടെ കൂടിയിട്ടുള്ള ന്യായങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പം ഇതിപ്പം സാഹചര്യങ്ങളെ നമ്മൾ ആ രീതിയിൽ അംഗീകരിക്കുമ്പോഴും ചിലപ്പോൾ വ്യക്തികൾ, ഇപ്പം ഞാൻ പറയുന്ന പൊതുവെ മനുഷ്യർക്കിടയിൽ വ്യക്തികളാണല്ലോ മറ്റൊരു തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം നമ്മളിപ്പം അന്ന് ക്ഷമയോടെ പെരുമാറി, നമ്മൾ അഗ്രസീവായിരുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു കരുതി വെക്കലോ. അവൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറിയത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ബോധ്യം എനിക്കുണ്ട്. അവൻ എന്തിനായിരിക്കും അങ്ങനെ പെരുമാറിയത്, എന്നോട് എന്തിനാണ് ഇവനിപ്പോൾ ചെയ്തത്, എനിക്ക് അതിന് ഏതാണ്ട് ഒരു ഉത്തരവുണ്ട്. അവൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അന്നത് കേൾക്കാൻ ഞാൻ അർഹനായിരുന്നു, അത്രേ ഉള്ളൂ. ഒരാൾ വെറുതെ വന്ന് നമ്മളെ അങ്ങനെ ചീത്ത വിളിച്ചിട്ടൊന്നും പോലെ അന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ വേറൊരു സുഹൃത്തിനെ
ആ ട്രൂപ്പിൽ കയറ്റാൻ വേണ്ടിയിട്ട് ആണ്. അവരെല്ലാം കൂടെ സുഹൃത്തുക്കളാണ്. ഞാൻ 5-6 ദിവസം റിഹേഴ്സൽ അറ്റൻഡ് ചെയ്തിട്ട് 6-ാം ദിവസം വീണ്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്തൊരു ട്രൂപ്പിൽ. അപ്പം അത് ഞാൻ അവിടുന്ന് വരുന്ന ആളാണ്. അപ്പോൾ 6-ാം ദിവസത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, ഞാൻ ഈ ഈസസ് കഥകൾ അധികം പറച്ചില്ല, ഒരു ഉദാഹരണം കേട്ടോ പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സുഹൃത്തിനെ ആ ട്രൂപ്പിൽ എടുക്കണം. അവർ സമകാലീനനായ, ഞാൻ താരതമ്യേന ചെറുതൊക്കെയാണ്. 6-ാം ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വീണ്ടും വെക്കുകയാണ്, നമുക്ക് ഒന്നുകൊണ്ടിരുന്ന ട്രൂപ്പ് ശരിയാക്കണം. അപ്പം എനിക്ക് ഏതാണ്ട് അറിയാം ഇത് എന്നെ പുറത്താക്കാനുള്ള ഇൻ്റർവ്യൂ ആണെന്നുള്ള ബോധ്യം. നമുക്ക് എല്ലാവരും നോട്ടത്തിൽ നിന്നും വായി നോക്കില്ല. എന്നിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ബാക്കി 8 പേരും പെർഫോം ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. പെർഫോം ചെയ്ത ശേഷം യോഗം കൂടിയിട്ട് നമുക്ക് നോക്കാം, ഇത്തവണ എന്നാൽ ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് അറിയാം ഈ ഇൻ്റർവ്യൂ വെച്ചേക്കുന്നത് എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. പക്ഷെ അവർക്ക് അന്ന് അവരുടെ വേറൊരാളെ എടുക്കണം. സ്വാഭാവികമായിട്ടും അന്ന് വന്ന ആൾ അന്നത്തെ എന്നെക്കാളും പ്രതിഭയുള്ള, അവരുമായിട്ട് സിങ്കുള്ള ആ ട്രൂപ്പിന് ചിലപ്പോൾ ഗുണമായ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഒന്നും പറയാനൊന്നും പറ്റില്ല, ന്യായമാണ്, ചെയ്തു വിടാം. ഇപ്പോൾ സിനിമാ സംവിധാനത്തിൻ്റെ കാര്യം വരികയാണ്. ഇപ്പോൾ പഞ്ചവർണ്ണ തത്ത പോലത്തെ ഒരു സിനിമ വരുന്നു. ഇപ്പോൾ പഞ്ചവർണ്ണ തത്തയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജയറാമേട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ആലോചിക്കുക, രമേഷ് പിഷാരടി ജയറാമേട്ടനുമായിട്ടൊരു പടം ചെയ്യുമ്പോൾ ജയറാമേട്ടൻ ഒരു കംപ്ലീറ്റ് ഹ്യൂമറിൽ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ളൊരു സ്വാഭാവിക മുൻവിധി എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അങ്ങനെ പ്ലേസ് ചെയ്യുന്നതാണ്. ഇപ്പം ചാക്കോച്ചനുണ്ട് ഇപ്പുറത്ത്. പക്ഷെ ജയറാമേട്ടന് ഇപ്പം പിന്നെ നമ്മുടെ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്കുള്ള എൻട്രി തന്നെ മണിരത്നത്തിന് കിട്ടുന്നത് ഈ ലുക്കാണെന്ന് ജയറാമേട്ടൻ. മണിരത്നം സാർ ഈ പടം കണ്ടിട്ടുണ്ട്, നിന്റെ ഇന്ന സിനിമയിലെന്ന് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ ആദ്യത്തെ സിനിമ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇപ്പം രമേശ് ചേട്ടനാണെങ്കിൽ ഒരുപാട് പെറ്റ്സും പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതിന്റെ എല്ലാം ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ഹ്യൂമർ പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ആലോചനയായിട്ടല്ല ആദ്യത്തെ സിനിമ ആലോചിക്കുന്നത് സംവിധാനത്തിൽ. ഇപ്പൊ സിനിമ സംവിധാനം എന്നുള്ളൊരു പ്ലാനും എക്സിക്യൂഷനൊക്കെ അത് സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത്, ഞാനിത് നാദർഷിക്കോട് ഇതിന്റെ കഥ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ കണ്ട ജീവികളെല്ലാം കേട്ടറിഞ്ഞാൽ നീ തന്നെ ചെയ്യുമായിരിക്കും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. ഡയറക്ട് ചെയ്യുന്ന. അപ്പോൾ മണിയമ്പിള്ള രാജേട്ടൻ അതിന് 10 വർഷം മുമ്പ് എന്നോട് എന്തെങ്കിലും നീ ഒരു പടം ചെയ്താൽ എന്നോട് പറഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനൊരു കഥയുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ജയറാമേട്ടനോട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് കൈ തന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ചാക്കോച്ചനെ ചെന്ന് കണ്ട് പറഞ്ഞു. അപ്പോൾ ഈ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ഒന്ന് ശേഷം വിട്ടുപോയത്. അല്ല, ഇത് ജയറാമേട്ടനെ ഒരുപക്ഷെ ഒരു ഹ്യൂമറിൽ പ്ലേസ് ചെയ്യാത്ത എന്താ പറയുമ്പോൾ ഇതൊരു വലിയ, ഞാൻ ആ സിനിമയ്ക്ക് മുമ്പുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു എബിർ ഷൈനോ ഒരു മാർട്ടിൻ ബ്രക്കാട്ടിനോ ഒക്കെ ഇവർ തുടങ്ങുന്നത് ആ സിനിമയെന്നാണ്. ഇവരുടെ ആ അഡ്രസ്സിൽ നിന്ന് മുന്നിലോട്ട് പോയാൽ മതി. നമുക്ക് ഇതിന് മുമ്പുള്ള 15-20 വർഷം നമ്മൾ ഈ ആളുകളുടെ മുന്നിലുണ്ട്. ആളുകൾ നമ്മളെ കണ്ടത് മുഴുവൻ എനിക്ക് പ്രതിഫലമായി പണം തന്ന് തമാശ പറയാൻ വേണ്ടി വിളിച്ചു വരുത്തിയ സ്ഥലങ്ങളിലാണ്. എനിക്ക് പണം തന്നും തമാശ മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒരു വരി 1 മിനിറ്റ് സീരിയസ് ആയ പറ്റില്ല കേട്ടോ. അവിടെയും കൂടെ തമാശ, ആ പണിക്ക് എന്നെ വിളിച്ചെടുത്താ കണ്ടേക്കുന്നത്. അപ്പം 2 ബാധ്യതകൾ വരും. ഒന്ന്, ഇത് കാണുന്നവൻ പറയും നിങ്ങളുടെ പടമായതുകൊണ്ട് തമാശ പ്രതീക്ഷിച്ചു. രണ്ടാമത്തേത്, ഇവൻ TV ചെയ്യുന്നതൊക്കെ തന്നെ ഇത് ചെയ്തത്, ഞാൻ എന്ത് ചെയ്യും? പുതുതായി ഒന്നും, ഈ നമ്മൾ നേരത്തെ പറഞ്ഞത് പുതുതായി ഒന്നും ചെയ്തില്ല. ഇവൻ TV ചെയ്യുന്നതൊക്കെ തന്നെ ഇത് ചെയ്തത്. ഇവൻ സീരിയസ് ചെയ്ത നിങ്ങളുടെ പടമായതുകൊണ്ട് ഞങ്ങൾ തമാശ പ്രതീക്ഷിച്ച് അതില്ലാണ്ട് പോയി. ഇതൊരു വല്ലാത്ത സ്ഥലം, ഒരു നൂലുണ്ട് ഇതിനിടയിൽ. അപ്പോൾ അന്ന് ആ വെക്കേഷൻ ആ പടം ഓടുമ്പോൾ 10 ദിവസം നേരത്തെ റിലീസാക്കി. അന്നത്തെ അതിൻ്റെതായ ബഡ്ജറ്റ് കൺസ്ട്രെയിനുകളുണ്ട്. വലിയ പടങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിന് കൃത്യമായിട്ട് അത് പടം തീരാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു മെലഡി സോങ് ഉണ്ട്. എല്ലാവരും പറഞ്ഞു അത് വെക്കരുത് എന്ന് പറഞ്ഞു. ദാസേട്ടൻ പാടിയ പാട്ടാണ്, അത് വെച്ചു. ജയറാമേട്ടൻ്റെ ആ സിനിമയുടെ ജയറാമേട്ടൻ്റെ പോർഷൻ്റെ ക്ലൈമാക്സ് വരുന്ന സ്ഥലം അതൊക്കെ ഇച്ചിരി നിർണായകമായിരുന്നെങ്കിലും അതെല്ലാം സധൈര്യം വച്ചത് തന്നെയാണ്. പിന്നെ എനിക്ക് പിന്നെ തോന്നിയ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നേരെ പറയാവുന്ന കാര്യങ്ങൾ അന്ന് അത് തുടങ്ങുമ്പോൾ ഈ ഡിജിറ്റലിലെ സിനിമാ നിരൂപണം സ്ട്രോങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ സിനിമ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന ബോധ്യത്തോടെ എനിക്ക് നേരെ പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒളിച്ചു പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മമായി നോക്കിയാൽ കാണാവുന്ന ഹിൻഡുകളും കാര്യങ്ങളും ഒരുപാട് സാധനങ്ങൾ ഞാൻ അതൊന്നും നമ്മുടെ ഒരു പടത്തിന് വരുമ്പോൾ ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കുന്നുമില്ല. നമ്മൾ ചെറിയ പിള്ളേർ ചെറിയ വായിൽ വലിയ വർത്താനം നമ്മൾ പിള്ളേരോട് പറയുന്ന പോലെ അതൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുകയോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും ആ നൂല് എനിക്കൊരു ബാധ്യതയായിരുന്നു. തമാശ ചെയ്താൽ ഇത് പറയും, ഇത് ചെയ്താൽ ഇത് പറയും. എന്നെ അടിക്കാനുള്ള വടി ഓൾറെഡി കയ്യിലുണ്ട്. അത് എങ്ങനെ അടിക്കുന്നതെന്നുള്ളത് ഏതാന്ന് മാത്രം അറിഞ്ഞാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്
ആ സിനിമയിൽ കുഞ്ഞു ഹ്യൂമറുകളും അവസാനം ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ആദ്യം ലാഫിംഗ് ബുദ്ധ എന്നായിരുന്നു പേര്. ആദ്യത്തെ അങ്ങനത്തെ ആ ഗെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അതിലങ്ങനെ ഉപകാരം വരാൻ വേണ്ടി വീട്ടിൽ വിളിച്ചു വരുത്തുന്ന ഒരു ബാധ്യതയുള്ള വേറൊരു കഥയായിരുന്നു ആദ്യം. അത് മാറി മാറി അങ്ങനെ എത്തിയതാണ്. ഈ സംവിധായകര് ആക്ടേഴ്സായി മാറുന്നതാണ്. ഇപ്പോൾ മലയാളത്തിലാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പേര് സംവിധാനത്തിലെത്തി. പക്ഷെ ഒരു ഘട്ടത്തിൽ അപ്പോൾ ഒരു 1-2 ചെറിയ ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ എനിക്കൊന്ന് ആക്ടിങ്ങിന് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് സംവിധാനത്തിൽ എണ്ണം കുറയ്ക്കുന്നത്. സംവിധാനത്തിലേക്ക് വന്നെങ്കിലും പിന്നീട് ഒരു പടം ആണ് ചെയ്തത്, ഗാനഗന്ധർവ്വൻ. ഈ പറഞ്ഞ അതിലും ഈ പറയുന്ന കൂടുതൽ എണ്ണങ്ങളിലേക്ക് പോയിട്ടില്ല, ഒരുപാട് പ്രൊജക്റ്റുകൾ ബാക്ക് ടു ബാക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സംവിധാനം എന്ന് പറയുമ്പം ഈ സംവിധാനത്തിൽ നിന്ന് ആക്ടിങ്ങിലേക്ക് പോയവർ പറയുന്നത് സംവിധാനം എന്ന് പറയുന്നത് ഉത്തരവാദിത്തം കൂടുതൽ, അതിൻ്റെ ഭാരം, അതിൻ്റെ പോസ്റ്റ് റിലീസ് ഉണ്ടാകുന്ന ടെൻഷൻ, അങ്ങനെ പലവിധ സമ്മർദ്ദ പെരുക്കം ഉണ്ടാകുന്നതാണ്. ഈ സംവിധാനം എന്നുള്ള കാര്യത്തിൽ ഈ പറഞ്ഞ നേരത്തെ ക്ഷമകെടുന്ന സഹിടുന്ന സാഹചര്യത്തെ അവിടെയും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെയും മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഞാനൊരിക്കൽ തത്തയുടെ കാര്യം മണിയമ്പഴാച്ചേട്ടൻ പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ ഫൺ പോലെ പറഞ്ഞാണ്. അത് എത്രയോ ജീവികളുണ്ട് മലയാളത്തിൽ, ഇത്രയും ജീവികളുള്ള, മലയാളത്തിലല്ല സൗത്തിൽ ഇത്രയും ജീവികളുള്ള ഒരു പടം വേറെ ഇല്ല. ജീവിയുടെ രജിസ്ട്രേഷൻ ഇത്രയും വന്യജീവി ഇതിന് കൊടുത്തിട്ടുള്ള വേറൊരു പടമില്ല. അടുത്ത പടം മമ്മൂക്കയാ. അപ്പം മണിയമ്പഴാച്ചനെ പറഞ്ഞ് നീ പറയരുത് കേട്ടോ അവസാനം ജീവികളായിരുന്നു വേദം എന്ന് പറയുന്നത്. മമ്മൂക്കയും വളരെ, അദ്ദേഹം എന്നോട് ഈയിടയ്ക്ക് പറഞ്ഞു ആ പടം ഞാൻ പേടിച്ച് ചെയ്ത പടമല്ല, വിശ്വാസം ഉണ്ടായിട്ട് തന്നെ ചെയ്ത പടമാണ്. അത് അതിലും ഞാൻ ഈ പറഞ്ഞ വിഷയമുണ്ട്. അത് നമുക്ക് ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല, ലൗഡ് സ്പീക്കറാണ്. വലിയ സൗണ്ട് പടം ഫുൾ വേർഷൻ ചെയ്തിട്ടില്ല. ഫുൾ വേർഷൻ സിംഗ് സൗണ്ട്, ആൾക്കൂട്ടം, ഉത്സവപ്പറമ്പ് എല്ലാം. അതിൽ സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പം ഫ്രണ്ടിൽ നിന്ന് വർത്താനം ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തിട്ട് ഡാൻസുകാർ ഒരുപോലെ ഡാൻസ് കളിക്കുന്നത്, ശബ്ദം വരാൻ പാറ്റത്തില്ല, അങ്ങനെ സിംഗ് സൗണ്ട് ചെയ്ത പടമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഞാനത് വിശ്വസിച്ചിട്ട് തന്നെ ചെയ്ത പടമാണ്. ആ പടത്തിന് ഞാനീ പറഞ്ഞ വിഷയമുണ്ട്. അത് അന്ന് ഒരു ഈ നമ്മുടെ നിയമങ്ങളെല്ലാം സ്ത്രീകളെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ബോധപൂർവം ഒരാൾ എന്നെ എന്തേലും ഉപദ്രവിച്ചു എന്ന് ചെയ്താൽ ഉണ്ടാകുന്നൊരു ദോഷവും അതിൽ നിന്നൊരു ഊരിവരലും ഉണ്ടല്ലോ, അതായിരുന്നു ഈ പടത്തിൻ്റെ ബേസ് വിഷയം. അപ്പോൾ അതെങ്ങനെ നടക്കുന്നുണ്ട്, പലതിലും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ സച്ചിയേട്ടനോട് ചെന്ന് കഥ പറയുകയും സച്ചിയേട്ടൻ്റെ വീട്ടിൽ ഞാൻ 2 ദിവസം പോയി നിന്ന് അതിൻ്റെ ക്ലൈമാക്സ് അദ്ദേഹം കൂടി ഇരുന്ന്, അതിനുശേഷം എനിക്ക് ഫാമിലി കോട്ട് ഒരു ആ ഒരു സ്ഥലമുണ്ട്. ആ 3 പെണ്ണുങ്ങളും ട്വിസ്റ്റും അന്നും ഈ പണ്ട് നാട്ടിൽ ആളില്ലാത്ത ഗർഭങ്ങളൊക്കെ ഗന്ധർവന്റെ തലയിലൊക്കെ ഇടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഗന്ധർവൻ എന്നുള്ള ഒരു സെറ്റപ്പിൽ വെച്ചു. പക്ഷെ അന്നും എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളുടെ സ്റ്റേജിൽ ഒരുപാട് തമാശകൾ ഞങ്ങൾ ഇതിനകത്ത് പ്രതീക്ഷിച്ചു. സ്റ്റേജ് പരിപാടിയുടെ കഥയാണല്ലോ, ആംബിയൻസ് സ്റ്റേജ് ആകുന്നത് ഇയാൾ അമേരിക്കയിൽ പോകണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലാണ്ട് ഒരാൾക്ക് ഇവിടുന്ന് അമേരിക്ക കലവഴി അല്ലാതെ എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല 2-3 പ്രാവശ്യം. അതുകൊണ്ടാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ചിലർ അവിടുന്ന് ഇവിടുന്ന് കാണുന്നതും കണ്ടിട്ടും പറയുകയൊക്കെ ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഈ വെള്ളപ്പൊക്കം, കോവിഡ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെറുപുറ വന്നു. കോവിഡിന് സിനിമയ്ക്കും അതിൻ്റെ ആസ്വാദനത്തിനുമൊക്കെ പെട്ടെന്നൊരു മാറ്റങ്ങളുണ്ടായി. പിന്നെ കോവിഡ് എനിക്കുണ്ടാക്കിയ സാമ്പത്തിക ഞെരുക്കം, ഞാനെന്ന് പറയുന്ന 20 വർഷം പരിചയമുള്ള അല്ലെങ്കിൽ ഞാനുണ്ടാക്കിയ ബന്ധങ്ങളിൽ എനിക്ക് സ്റ്റേജിൽ നിന്നോ TV-യിൽ നിന്നോ കിട്ടുന്ന പണം സംവിധായകനായി എനിക്ക് കിട്ടൂല. ഞാൻ അവിടെ തുടങ്ങിയിട്ട് 2 പടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ കിട്ടാത്തതുകൊണ്ട് എനിക്കൊന്ന് നിർബന്ധമായിട്ട് ഇപ്പുറത്തൊന്ന് 2 കൊല്ലം കൂടി ഇപ്പുറത്ത് വീണ്ടും നിൽക്കേണ്ടുന്നതായിട്ട് വന്നതുകൊണ്ടാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അതിപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ, ഈ ഒരു കൊല്ലം കൂടെ അങ്ങനെ പോയാൽ ഉടനെ അടുത്ത പടത്തിലേക്ക് വീണ്ടും ഈ ഇപ്പൊ കരിയൽ നമ്മൾ പറയില്ലേ, ഒരു ആനന്ദത്തിന്റെ തോത് എന്ന് പറയുന്ന ഒരു പാളോഹരി ആനന്ദം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സംവിധാനത്തിലെത്തിയ 2 സിനിമകൾ, ഇപ്പം ഒന്ന് ഒരു ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നു, അത് കമേഴ്ഷ്യൽ സക്സസ് ആയി. പക്ഷേ ഈ ഗാനഗന്ധർവൻ ആ രീതിയിൽ ഒരു സക്സസ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ജനറേറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പിന്നീട് പല ഘട്ടങ്ങളിലും പഞ്ചവർണ്ണ തത്വയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പോലെ ഒരു അപ്രീസിയേഷൻ പടത്തിലും കിട്ടിയിട്ടില്ല. അത് ഏതെങ്കിലും തരത്തിൽ പിന്നീട് വിലയിരുത്തിയിട്ടുണ്ടോ? അതോ അല്ലെങ്കിൽ അടുത്ത സിനിമ ഇല്ല, നിങ്ങൾ പറഞ്ഞ ഡിസ്കഷൻ വന്നിട്ടില്ല, ജനകീയമായില്ല. ഇത് 2 പറയുമ്പോഴും അത് വളരെയധികം മോശവും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ നമുക്കിതിൽ, നല്ലതും ചീത്തയും ഇല്ല. ആ പടത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ചില സിനിമകള്, ഇപ്പം ഞാനിതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ആൾക്കാർ കയറി കമ്പയർ ചെയ്തെന്ന് പറയുമെന്ന് അറിയില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അധ്വാനിച്ച അവിടെ അംബേദ്കർ, എത്ര പേര്
കണ്ടിട്ടുണ്ട്, അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചില അധ്വാനങ്ങളും ചില കാര്യങ്ങളും ചിലപ്പോൾ കാണപ്പെടാണ്ടും അറിയപ്പെടാണ്ടും ഒക്കെ പോവും. ഞാനത് ഭയങ്കര നല്ല പടം എന്നല്ല പറഞ്ഞത്, ഭയങ്കര ദോഷം ചെയ്തിട്ടില്ല എന്നുള്ളതേ നമുക്കിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാക്കി ആലോചിക്കാൻ പറ്റുള്ളൂ. സിനിമയല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന, എത്ര വലിയ പടത്തിനും എത്ര ചെറിയ പടത്തിനും സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു സിനിമ ജനകീയമാകുന്നതും ആകാതിരിക്കുന്നതും. അതിൽ എനിക്ക് അങ്ങനെ വലിയ ദുഃഖമൊന്നും ഒരു തരി പോലുമില്ല. വേറെ തരത്തിൽ ഇപ്പം സിദ്ദിഖ് ലാല്, അങ്ങനെ ഷാഫി, റാഫി, അങ്ങനെയൊക്കെ ഉള്ളവർ ഒരു കാലത്ത് ഭയങ്കര സക്സസ്ഫുൾ കമേഴ്ഷ്യൽ എന്റർടൈനർ. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഉത്സവ സീസൺ തിയേറ്ററിൽ ഈ പറയുന്ന മാസ് മെഗാ എന്റർടൈനർ സിനിമകളായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കഴിഞ്ഞ ഒരു 10 വർഷം, നമ്മൾ ഈ 10 ഇയർ എന്നുള്ളതൊരു കേസ് സ്റ്റഡി പോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ എന്റർടൈനർ, മാസ് എന്റർടൈനർ അല്ലെങ്കിൽ തമാശ ചിരിപ്പിക്കുന്ന സിനിമകൾ ഭയങ്കര എണ്ണത്തിൽ കുറവാണല്ലോ വരുന്നത്. പക്ഷെ മറ്റു മീഡിയത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഹ്യൂമറിനാണ് ഒരു ആധിക്യമുള്ളത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ, ഫേസ്ബുക്ക് എടുത്താൽ, യൂട്യൂബ്, ഇപ്പൊ കരിക്കിന്റെ അത് ടെലിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെലിവിഷനിൽ ജനറൽ എന്റർടൈൻമെന്റ് ചാനലുകൾ, ഇപ്പൊ ഈ രമേശ് പിഷാരടി എന്റർടൈൻമെന്റ് അടക്കം ഔട്ട്സോഴ്സ് ചെയ്യുന്ന പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന ഹ്യൂമറാണ്. പക്ഷെ തിയേറ്ററിൽ ചിരി എന്ന് പറയുന്നത് എവിടെയോ ഒരു ആളുകൾക്ക് ഒരു ഉൾവലിവ് ഉണ്ടാക്കുന്നത് പോലെ, ഫിലിം മേക്കേഴ്സ് പോലും ചിരി തൊടാൻ പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? രണ്ട് കാര്യമുണ്ട്. ചിരിപ്പടത്തിന് കോസ്റ്റ് കുറവായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ പല സൂപ്പർ ഹിറ്റായ സിനിമകൾ അതാത് കാലങ്ങളിൽ എടുത്തു നോക്കിയാലും താരതമ്യേന കോസ്റ്റ് കുറവായിരിക്കും. സിനിമയ്ക്കിപ്പം സിനിമ കാണണം വേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനകത്ത് പ്രാഥമികമായിട്ട് അത് മുതൽ മുടക്കുള്ള പടമാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ആളുകൾ അതിലോട്ട് എത്തുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ നമുക്കുണ്ടായ ഒരു റെസിസ്റ്റൻസ്, നമുക്ക് എന്തെങ്കിലും കണ്ടു എന്നൊക്കെ തോന്നണമെങ്കിൽ ആ രീതിയിലുള്ള കാഴ്ചകൾ സ്ക്രീനിൽ ഉണ്ടാവുക എന്ന് പറയുന്നതുകൊണ്ട് പെർഫോമേഴ്സ് അടുത്തത് നമ്മളിവിടെ ഒരു 10ഓളം അല്ലെ ഒരു 15 ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ട കഥകളാണല്ലോ സിനിമകളാവുക. കച്ചവടമുള്ളൊരു സിനിമയെ പുറത്തു വരണമെങ്കിൽ ഇവിടെ 100 പടം ഇറങ്ങുന്നുണ്ടെങ്കിലും അതിനകത്തൊരു 15ഓളം ആർട്ടിസ്റ്റുകൾ അവർക്ക് കൊള്ളാം, ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന അവസ്ഥയിലുള്ള സിനിമകളല്ലേ ഇറങ്ങുള്ളൂ. അപ്പോൾ ഹ്യൂമർ എന്ന് പറയുന്നത് അവരവരുടെ കരിയറിൽ, അവരുടെ വലിപ്പത്തിൽ, അവരുടെ പെർഫോമൻസിൻ്റെ ഏരിയയിലൊക്കെ ആലോചിക്കുമ്പോൾ അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നിയാൽ ഒരു ഹ്യൂമറുള്ള പടം വരില്ല. അവർക്കൊരു വലിയ ബഡ്ജറ്റുള്ളൊരു വലിയ പടം വരുന്നതും ഒരു ചെറിയ ബഡ്ജറ്റിൽ ഹ്യൂമർ വലിയ പടം ചെയ്യാനായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ പെർഫോമേഴ്സിൻ്റെ അഭാവവും അതിൻ്റെ ഉണ്ടാക്കുന്ന ആളുകളുടെ ഒരു ധൈര്യക്കുറവും ഒക്കെ കൂടെയാണ്. പിന്നെ വെട്ടിനും കുത്തിനും ക്രൈമിനും ഒക്കെ അത് തന്നെയാണ് പേര്. ഹ്യൂമറിന് ചളി എന്നൊക്കെ പറയുന്ന പേരുകൾ ആരോപിച്ച് കിട്ടിയിട്ടുണ്ട്. അതിത് ചെയ്യുന്നവൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കുറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ചെയ്തത് അത് ആ ചളിയായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു, അതുകൊണ്ട് ഇവരെ അതിലോട്ട് കാര്യമായിട്ട് വരുന്നില്ലയോ എന്നും എനിക്കൊരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റി നിർത്തലല്ലേ ഇത്. ആ മാറ്റി നിർത്തപ്പെടലിന് ഇപ്പൊ സുരാജിന് നമ്മൾ ഉദാഹരണം, സുരാജ് ആലോചിക്കും, ഞാൻ 10 വർഷം എത്ര തിയേറ്ററിൽ ഐഡിയ ഉണ്ടാക്കി, എത്ര ചിരിച്ചു, എൻ്റെ തമാശകൾ കൊണ്ട് എത്ര സിനിമകൾ ഓടി, ദാമുവിൻ്റെ ക്യാരക്ടർ ഇപ്പോഴും ട്രോളുകളിലൊക്കെ നിൽക്കുമ്പോഴും സുരാജിന് റെക്കഗ്നിഷൻ കിട്ടുന്നത് ഇപ്പുറത്ത് നിന്നപ്പോഴാണ്. അത് തന്നെ ഡയറക്ടേഴ്സും ആലോചിക്കുമല്ലോ അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞില്ലേ, ഷാഫി, റാഫിക്ക് എന്നൊക്കെ നിങ്ങളിപ്പോ ഉദാഹരണം പറഞ്ഞല്ലോ. ഇവരെല്ലാം ഇത്രയൊക്കെ ഹിറ്റുകൾ ചെയ്താലും ഒരു ആക്ഷൻ പടം ചെയ്ത ആള് വരുന്ന പോലെ അല്ല ഇവരെ ഒരു അവാർഡ് നൈറ്റില് ക്ഷണിക്കുന്നത്, സ്വീകരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുന്ന ആളുകൾക്ക് അവർ തഴയപ്പെടുന്നതെന്ന് തോന്നുന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഇവർ പിന്തിരിയുന്നുണ്ടാവും. പിന്നെ ഇതിന് ഞാൻ ഈ പറഞ്ഞ പോലെ അത് ചളി എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന തമാശയെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യും. അങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തമാശ പതുക്കെ തമാശ അല്ലാണ്ടാവും, തമാശ സീരിയസ് ആവും. തമാശയുടെ പുറത്ത് ഒരുപാട് ചിന്തിക്കുമ്പം തമാശ അങ്ങ് സീരിയസ് ആയി പോകും. അതിന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അത് ഏത് അളവിൽ ഏത് തരത്തിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊന്നും ഇപ്പോഴും ഒന്നും തീരുമാനമായിട്ടില്ല സമൂഹത്തിന് തന്നെ. പറഞ്ഞു പോകുമെങ്കിലേ ഇപ്പം അതിലൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ ഇത് എടുത്ത് മാറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പെട്ടുപോകും. ഇത് ഏത് അർത്ഥത്തിൽ ഇത് എടുക്കുന്നതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ. ഈ ചളിയുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പം ചളി എന്ന് പറയുന്നത് എനിക്കൊന്ന് ഒരു സമയത്ത് അതിൻ്റെ ഒരു റേറ്റിംഗ് സിസ്റ്റം പോലെ ആവുകയാണല്ലോ ഒരു കോമഡിയെ. ചിലപ്പോൾ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് കൈയടിച്ചൊരു സാധനം യൂട്യൂബിൽ വരുന്ന സമയത്ത് അത് ആ രീതിയിൽ വർക്ക് ആവണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം നേരത്തെ ആൾക്കൂട്ടം എന്നുള്ളിടത്ത് തന്നെ പല കാറ്റഗറി ആയല്ലോ, പല തലമുറയായല്ലോ. ഈ പറഞ്ഞ പ്രശ്നം ഏതെങ്കിലും തരത്തിൽ ഹ്യൂമറിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്? അതായത് നമ്മൾ പറയണ ആ പടത്തിനകത്ത് കംപ്ലീറ്റ് മിമിക്രി തമാശകളാണ്. സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ എത്ര ഹിറ്റ് ചെയ്തിട്ടും ഇത് വെച്ച് നമ്മളെ
ചെയ്യും. എൻ്റെ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് എന്തോ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് സാറ്, ലാൽ സാറ്, സിദ്ദിഖ് ലാൽമാരാണല്ലോ ഏറ്റവും വലിയ ഹിറ്റ് ഉണ്ടാക്കിയത്. ഇവിടെ ഇറങ്ങിയ മലയാളത്തിൽ ഇന്നോളം ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓടിയ പടം ഗോഡ്ഫാദർ ആണ്. അതിന്റെ സംവിധായകരാണല്ലോ ഈ പറയുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ആരോപണം പറയും, അതൊക്കെ മിമിക്രി തമാശയാണെന്ന് പറയും. ഇപ്പോൾ ഒരു ദിവസം ഒരു ഡിസ്കഷൻ നമ്മളിരിക്കുന്ന ഒരാളിരുന്നപ്പം അതിനകത്ത് മുഴുവൻ മിമിക്രി, നീ ഒരു 3 മിമിക്രി തമാശയും 3 സിനിമാ തമാശയും എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പം അവൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞതെല്ലാം മിമിക്രിയിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്ത തമാശ മാത്രമാണ്. ഞാനത് നാദർഷിക്കോട് പറയായിരുന്നു. അമർ അക്ബർ ആന്റണി, പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ വന്ന് പറയുമ്പോഴാണ് ഇതല്ലാണ്ട് തോന്നുന്നത്. ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഈ ആരോപണം വരും. കാരണം ദിലീപേട്ടന്റെ പൂർവ്വകാലം നമുക്കറിയാം. നാദർഷിക്കയും ദിലീപേട്ടനും കൂടെ ആ പടം ചെയ്തിരുന്നെങ്കിൽ അത് ഓണത്തിനിടയ്ക്ക് കൂട്ട് മാവിലി മുമ്പത്ത് കാസറ്റ് ഒരു സിനിമയാക്കിയെന്നോ അടിച്ചു വെച്ചേക്കുന്ന ടെംപ്ലേറ്റ് എടുത്ത് വിതരണം ചെയ്താൽ മതി. മറ്റേത് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ ഈ പ്രശ്നം ഇതിനകത്തുണ്ട്. നർമ്മം ചെയ്യുന്നവർക്ക് ഈ വലിയ ഉത്തരവാദിത്തമാണിത്, ഈ ബാധ്യതകളിൽ നിന്ന് ഊരി പോരുക എന്ന് പറയുന്നത്. അപ്പം മിമിക്രി തമാശ എന്ന് പെട്ടെന്ന് പറഞ്ഞു കളഞ്ഞ് അരികുവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടികളുണ്ട്. ഇടിക്ക് അങ്ങനെ മിമിക്രി ഇടിയെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇടി തന്നെയാണല്ലോ. സെന്റിമെന്റ്സിന് അങ്ങനെ ഇല്ലല്ലോ, കാര്യമായിട്ടില്ലല്ലോ. എല്ലാ കാലത്തും അത് മാറിയിട്ടേ ഇല്ല. മാറട്ടെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഇതിനകത്തല്ല ഈ ആരോപണം വരും. ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം സീരിയസ് റോള് ചെയ്തിട്ടുണ്ട്, 1-2 പടത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കാരിക്കേച്ചർ സ്വഭാവമുള്ള, ഇപ്പം അമർ അക്ബർ കുറച്ചുകൂടി കാരിക്കേച്ചർ പോലത്തെ റോള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വേർഷൻ റോൾ ചെയ്തിട്ടുണ്ടല്ലോ. അവിടെയും ഈ പറഞ്ഞ അങ്ങനെ ഒരു ആക്ടിങ്ങിലേക്ക് അങ്ങനെ ഫോക്കസ്ഡ് ആയി ചെയ്യാം എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ലേ? ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, രമേഷ് പിഷാരടിയെ വിളിച്ചു, പുള്ളി അത് വില്ലിങ് അല്ല എന്ന് പറഞ്ഞ എത്രയോ പടങ്ങളുണ്ട്. എനിക്കത് അങ്ങനെ എല്ലാ പടത്തിലും കയറി അഭിനയിക്കുന്നില്ല. അങ്ങനെ ഒരു അതൊക്കെ ഭയങ്കര രസമാണ്. ചിലർ ഈ മമ്മൂക്കയുടെ കൂടെയൊക്കെ എന്നെ കാണുമ്പോൾ ചിലർ അതായത് സിനിമയെ പിടിച്ച് നിൽക്കാൻ കയറാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ സംവിധാനം ചെയ്ത 2 പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെന്നൊന്ന് ഒരു തോന്നൽ ഉണ്ടാകണം. പിന്നെ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇതാകാൻ പോകുന്നില്ല. എൻ്റെ ഒരു എണ്ണ വർധനവും, എണ്ണത്തിലൊരെണ്ണം കൂടെ കൂടാം, ഒരു സിനിമയും കൂടെ എൻ്റെ എണ്ണത്തിൽ കൂട്ടി വെക്കുക എന്നുള്ളതിനപ്പുറം എൻ്റെ ഇമേജിനെയോ എൻ്റെ കരിയറിനെയൊക്കെ മാറ്റിമറിക്കുന്ന വേഷങ്ങൾ ചെയ്തില്ലെങ്കിൽ 2013 ഇമ്മാനുവലിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു നല്ല ഇൻഷുറൻസ് ഉദ്യോഗസ്ഥനായിട്ട് ചെയ്യുന്നു. അതേ വർഷം നല്ല സ്ത്രൈണതയുള്ള ഒരു കഥകളി നടനായിട്ട് സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയിലുണ്ട്. അതേ വർഷം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് വളരെ സ്ട്രോങ് ആയിട്ട് ഹീറോയുടെ നേരെ നോക്കി നിൽക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്ക് ഒരു രസം കിട്ടുന്നുണ്ട്. ഇത് അതിനപ്പുറം അല്ലാതെ ഒരു ചെറുതിന് വിളിക്കുമ്പോൾ എനിക്ക് ഒന്നിക്കിൽ അതിൻ്റെ പൈസ അല്ലെങ്കിൽ ഞാൻ മാറ്റി വയ്ക്കുന്ന സമയം ഒക്കെ എന്നൊക്കെ തോന്നുമ്പം ചെയ്യാത്തതാണ്. പിന്നെ ഈ സെലക്റ്റീവാണ് എന്നത് അന്തരീക്ഷത്തിൽ കുറച്ചുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് അതിന് മാത്രം വിളികളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ സിനിമ എനിക്ക് അത്ര ഒരുപാട് സിനിമകളൊന്നും എനിക്ക് അങ്ങനെ വരുന്നൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പറഞ്ഞു ഇതിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ചോദിക്കുകയൊക്കെ ചെയ്യണ്ടേ. എനിക്ക് എൻ്റെ വ്യക്തിബന്ധങ്ങൾ എന്നെ അതിന് വല്ലാതെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിളിച്ചാൽ ഒരു മിക്ക ആൾക്കാരും ഫോൺ എടുക്കുകയും എനിക്ക് ഒരു മിക്ക സ്ഥലങ്ങളിലും ഒരു ഡോറ് തുറന്നിരിക്കുന്നത് ഞാൻ ഇവരെ കാണുമ്പോഴൊക്കെ എനിക്ക് അവസരം തരുമോ എന്ന് ചോദിക്കാത്തത് കൊണ്ടും സഹായങ്ങൾ അഭ്യർത്ഥിക്കാത്തത് കൊണ്ടും ഇവർക്കൊരു ഉപദ്രവമായി മാറാത്തത് കൊണ്ടും ആണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ വെറുതെ കാണുമ്പം അടുത്ത പടത്തിൽ എന്തെങ്കിലും ഇത് വേണ്ട, എനിക്ക് ആ ബന്ധങ്ങൾ എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ ബന്ധങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. ഇവർക്ക് അറിയാലോ ഞാനിവിടെ ഉണ്ടെന്ന്, ഞാനുണ്ടെന്ന് അറിയാലോ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് വിളിക്കും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. സിനിമയിലെ പാട്ട് റെക്കോർഡിൽ വന്നു, വിനൈലിൽ വന്നു, കാസറ്റിൽ വന്നു, CD-യിൽ വന്നു, പെൻഡ്രൈവിൽ വന്നു, യൂട്യൂബിലും വന്നു. ഇവിടുന്ന് എല്ലാം സിനിമയിലോട്ട് പോകുന്നില്ല. സിനിമ ഉണ്ടാക്കുന്ന ഏത് കണ്ടന്റും പെനിട്രേറ്റ് ചെയ്ത് താഴെയുള്ള ഏത് പുതിയ മീഡിയത്തിലോട്ടും വരും. അതുകൊണ്ട് ഇത് സിനിമയെ ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സിനിമ അവിടെ സിനിമയായിട്ട് തന്നെ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് അതെപ്പോഴും അവിടെ നിൽക്കും. ഇതൊന്നും സിനിമയെ ബാധിക്കത്തില്ല.